ഇത്രയും ഇഞ്ചറി പറ്റിയൊരു കുഞ്ഞാണ്. കാരണം ബ്രെയിനെ ബാധിച്ചു, തലയോട്ടിക്ക് പൊട്ടൽ, ഇതെല്ലാം ബാധിച്ച കുഞ്ഞ് ഇങ്ങോട്ട് പറയാണ്, അമ്മാമ്മേ എൻ്റെ അടുത്ത് ആശുപത്രി വെച്ച് കൃപാസന മാതാവ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മമ്മി ഞങ്ങളെല്ലാവരും വിളിച്ചു, ദേ കൊച്ചി കൃപാസന മാതാവിനെ കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം വന്നപ്പോൾ മമ്മി അവളോട് ചോദിച്ചു, ഇസബെല്ല മാതാവ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മാതാവ് കടലിൻ്റെ മേളിൽ കൂടെ വന്നതെന്ന് പറഞ്ഞു. അന്നേരമാണ് വീട്ടിലുള്ള ഫോട്ടോ ഞങ്ങൾ നോക്കുമ്പോൾ നേരാണ്, മാതാവിൻ്റെ പിറകെ തിരമാല ഇങ്ങനെ അടിക്കുന്നൊരിതുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമായി. അപ്പം മമ്മി ചുമ്മാ ചോദിച്ചു, മാതാവിൻ്റെ കയ്യിൽ എന്നതാ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു, ആ 3.25 വയസ്സുകാരത്തി കുഞ്ഞാന്ന് പറഞ്ഞു. അവൾ പറയാം ഭൂമി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, അവൾ ഭൂമി എന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് അന്നേരം ഭയങ്കര വിശ്വാസമായി, ഇത് മാതാവ് ഇടപെട്ട കുഞ്ഞ്. അറിയാം, കാരണം ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ലാതെ പോയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് മാതാവ് തിരിച്ചു തന്നെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവൾ ഇങ്ങോട്ട് ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി, കൃപാസന മാതാവ് അവിടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് തന്നെ. അതുപോലെ തന്നെ മമ്മി ചോദിച്ചു, അന്നേരം വേറെ ആരാ ഇസബെല്ല വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഈശോയും വന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ ഈശോ എങ്ങനെ വന്നു, ഈശോ എന്നതാ ഈശോയുടെ കയ്യിലുണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ കാണിച്ചു. ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരവും ഇല്ല കേട്ടോ. ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ ഞാൻ സത്യമാണ് പറയുന്നത്. അവൾ കൃപാസന മാതാവിനെ കണ്ടെന്നും പറഞ്ഞു, കടലിൻ്റെ മേളിൽ കൂടെ വന്നതെന്നും പറഞ്ഞു, മാതാവിൻ്റെ കയ്യിൽ ഭൂമിയായിരുന്നെന്നും പറഞ്ഞു, ഈശോ വന്നു, ഈശോ അവളെ ഇങ്ങനെ കാണിച്ചെന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞു. പിന്നീട് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത് ഇസബെല്ല കണ്ണു തുറക്കുന്നുണ്ടോ, ഇസബെല്ല നടക്കുന്നുണ്ടോ എന്ന്. കാരണം അതായിരുന്നു അവിടെ സിറ്റുവേഷൻ. പക്ഷേ മാതാവിലൂടെ അവൾക്ക് മൊത്തത്തിൽ അവളിപ്പം ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാവരും തിരിച്ചറിയുന്നു. ഞങ്ങൾക്കറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആ ഒരു ഫോട്ടോ വെച്ചപ്പോൾ തൊട്ടാണ് ഇവൾക്ക് ഇത്രയും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഞാനും എൻ്റെ കുടുംബവും മാതാവിന് നിത്യസാക്ഷിയായിട്ട് ജീവിക്കും. അതോടൊപ്പം തന്നെ ആ സമയം മുതൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ പറഞ്ഞു, ആ വീട്ടുകാരെ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നും ഒത്തിരി ക്യാഷൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ എവിടെ നിന്നാണ് ക്യാഷ് മാതാവ് അറേഞ്ച് ചെയ്തതെന്ന് അറിയത്തില്ല. എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് 1 കോടി രൂപയായോ എന്നൊക്കെ ചോദിച്ചു ഹോസ്പിറ്റലിൽ. സത്യം പറഞ്ഞാൽ 15 ലക്ഷം രൂപ പോലും ആയിട്ടില്ല. കാരണം നമ്മൾ അതിൽ കൂടെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ര ഒന്നും ആക്കാതെ നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒത്തിരി പേര്, ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാരാണ് ഞങ്ങളെ സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ, വിദേശത്തും സ്വദേശത്തും ഉള്ളവർ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കറിയത്തില്ല എവിടെ നിന്നൊക്കെ വേണ്ടിയാണ് ഇസബെല്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്നും. ആ ഒരു സമയത്ത് ഇസബെല്ല എന്നുള്ള പേരായിരുന്നു ഈശോയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈശോ ഞങ്ങൾക്ക് പോയ കൊച്ചിനെ എല്ലാവരും മേടിച്ച് തിരിച്ചു തന്നു തന്നെ പറയാം. തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദി. ചക്കരയുമ്മ.